ഹലോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അവിടെ പോയപ്പോൾ കണ്ടതാണ് ഇങ്ങനെ മാവ്, ഇഡ്ഡലി ദോശ മാവാണിത്. ഇതൊക്കെ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളാണ്. എല്ലാവരും 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അതുപോലെ കാണിക്കാനുള്ളതാണ് ഇങ്ങനെ ഇതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്തത്. നമുക്കിപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണം, അവിയലിൻ്റെ കഷ്ണം, അതുപോലെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ്, ഇങ്ങനെ കൈപ്പയ്ക്കൊക്കെ ഉപ്പേരിക്ക് ഉള്ള പാകത്തിനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ കുറേ പാക്ഡ് ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്രൂട്ട്സ് ആയാലും എല്ലാം ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് പഴമാണ് പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. പഴം കുറച്ച് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴമൊക്കെ ഇഡ്ഡലി ചെമ്പിൽ പുഴുങ്ങാൻ വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തലേദിവസം വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ കുപ്പിയിലിട്ട് വെക്കുകയാണ്. എനിക്ക് ഈ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ ബോട്ടിലുകളിലൊക്കെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിറച്ച് വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇപ്പോഴും ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് അതൊക്കെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നിറച്ച് വെച്ചു. എനിക്ക് കുറച്ച് കുപ്പികളും കൂടെ വാങ്ങാനുണ്ട്. ഞാൻ മീഷോന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കുപ്പികളൊക്കെ അതിൻ്റെ മൂടിയൊന്നും ടൈറ്റ് അല്ലാണ്ട് സാധനങ്ങളൊക്കെ കേട് വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങണം. നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാന്താരിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാന്താരി ഓൾറെഡി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പക്ഷേ വില കുറഞ്ഞ് കണ്ടപ്പോൾ കുറച്ച് കാന്താരിയും കൂടെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രൂ കോഫി ഉണ്ടാക്കി കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പഴമൊക്കെ പുഴുങ്ങി പഴമൊക്കെ കഴിച്ചു. പഴം ഇങ്ങനെ ഒരു പകുതി ആവുന്നതാണ് എനിക്കിഷ്ടം. ഓവർ പഴുത്ത പഴം പുഴുങ്ങി കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ തോന്നി. മാഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പണ്ട് എനിക്ക് യിപ്പി ആയിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്താണെന്നറിയില്ല, മാഗിയാണ് ഇഷ്ടം. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ക്യാരറ്റും ബീൻസൊക്കെ കൂടുതൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്ന് എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ല. അങ്ങനെ മാഗിയും ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം.